ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡൊണാൾഡ് സെബാസ്റ്റ്യൻ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു നാടൻ ചിക്കൻ കറിയാണ്. നാടൻ ചിക്കൻ കറി നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയി കഴിച്ചിട്ടുണ്ടാവും, വീട്ടിൽ തന്നെ ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്ന ഈ ഒരു ക്രീം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനമേ അല്ല. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവമല്ല. കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സാധനം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതറിയാനായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് ഫ്രീ ആയി സബ്സ്ക്രൈബ് ചെയ്തേക്കാം, മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറെ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. സംഭവം വളരെ എളുപ്പമാണ്, പക്ഷേ ഈ കാണുന്നതിനേക്കാളും വളരെ വലുതാണ് ഇതിൻ്റെ ടേസ്റ്റ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതിലും ഉപരിയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഒന്ന് ഊഹിച്ചറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഒന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ക്യൂസീൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല സർ, ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സീക്രട്ട് റെസിപ്പി എന്താണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യമേ തന്നെ ഇറച്ചീനെ നല്ലോണം തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല തയ്യാറാക്കാണ് ഇവിടെ. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ നല്ല നാച്ചുറൽ വീട്ടിലുണ്ടാക്കിയ എണ്ണയും കൂടി ചേർത്ത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു മിക്സ് ഞാൻ ഈ ഇറച്ചിയായിട്ട് നല്ലോണം ഞാനങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല ഈ ഇറച്ചിമേക്ക് തേച്ച് പിടിപ്പിക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എത്രത്തോളം മസാല തേച്ച് പിടിപ്പിക്കുന്നോ അത്രത്തോളം ചിക്കൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ഉദ്ദേശം ഞാനിവിടെ നടപ്പിലാക്കുകയാണ്. ഇത് ഏകദേശം ഒരു മണിക്കൂറോളം നമുക്കൊന്ന് സെറ്റാക്കാനായിട്ട് വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് അടുത്ത പ്രിപ്പറേഷനിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൈ പാനിലോട്ട് കുറച്ച് എണ്ണ നമുക്ക് ഒഴിക്കണം. എണ്ണ ഒഴിച്ച് ഈ ഒരു ചിക്കനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഇവിടെ ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ആ എണ്ണയിലോട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന 1 മണിക്കൂറോളം സെറ്റാക്കാൻ വെച്ചിരുന്ന ആ ഒരു ഇറച്ചിയെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, ഒരിക്കലും ഞാൻ പുറത്തുനിന്ന് മേടിച്ചതല്ല. അതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പൊതുവേ മലയാളികൾ എപ്പോഴും ഫ്രീ ആയിട്ട് പാക്ക് ചെയ്ത് കിട്ടുന്ന സാധനത്തിനോട് ഒരുപാടധികം വ്യഗ്രത കാട്ടുന്ന ആളുകളാണ്. ഈ ഒരു വെളിച്ചെണ്ണയുടെ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം നമുക്ക് നോർമലി മാർക്കറ്റിൽ നമുക്ക് എസ്റ്റിമേറ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് മിനിമം 210 രൂപയെങ്കിലും ആവണം. പക്ഷേ നമുക്കിപ്പോൾ മാർക്കറ്റിൽ 100 രൂപ തൊട്ടുള്ള വെളിച്ചെണ്ണകൾ നമുക്ക് അവൈലബിൾ ആണ്. എന്തുകൊണ്ട്? ആ ഒരു ചോദ്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് മാർക്കറ്റിൽ സുലഭമായിട്ട് സാധനങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് 2 കാരണങ്ങളുള്ളത്. ഒന്നല്ലെങ്കിൽ അവർ ഓഫർ ഇട്ടിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ അവരുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും മായം ചേർത്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ ഈ രണ്ടാമത്തെ പോയിൻ്റാണ് ശരിക്കും വാലിഡ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. പുറത്തുനിന്ന് വരുന്ന എണ്ണകളിൽ ഒരുപാടധികം മായങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ സാധനത്തിനൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ചൂടാക്കി വെയിലത്ത് വെച്ച് അതിനെ ആട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല എണ്ണ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നല്ല കൊപ്ര ഉണക്കിയ നല്ല എണ്ണ നോക്കിയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പേടിക്കാനില്ല. ഞാനിപ്പോൾ ഇവിടുത്തെ ഇറച്ചി നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് നല്ല എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം, ചിക്കനുള്ള ഗ്രേവി. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സവാള ഞാൻ ഒരു പാനിലോട്ടിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുകയാണ്. ഈ സവാള നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. അങ്ങനെ ഉടയും തോറും നമുക്കിതിനകത്തേക്കുള്ള ഗ്രേവിയുടെ അളവ് നമുക്ക് കൂടി കിട്ടും. കൂടുതൽ സവാള ഇടാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റും അതുപോലെ തന്നെ കൂടുതൽ ഗ്രേവിയും കിട്ടും. പക്ഷെ അധികം സവാള ചിലവർക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. ഒരു സവാളയുടെ കുത്ത് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അപ്പോൾ ആവശ്യാനുസരണം സവാള ഇടുക, നല്ലോണം തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ നല്ലൊരു തിക്കായിട്ടുള്ള സവാളയായിട്ട് നമുക്ക് കിട്ടും. അതിനകത്തേക്ക് ഞാനിവിടെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ പേസ്റ്റ് ഞാനിതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് മസാല, ഗരം മസാല ആഡ് ചെയ്യാം. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരത്തെ പണി ഉണ്ടാവും ഈ ഒരു കാര്യം, കാരണം നല്ലോണം തന്നെ ഈ ഒരു സാധനം ഒരു ഗ്രേവി ആയിട്ട് ഫോം ആവണം.
അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് നല്ല നാച്ചുറലായിട്ടുള്ള എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ കുറച്ച് വേപ്പില ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. വേപ്പിലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, വേപ്പില നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പല കെമിക്കലുകൾ അടിച്ചിട്ടാണ് പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലൊരു ഗ്രേവി ഇവിടെ ഫോം ആക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഇറച്ചി പീസുകളെ അങ്ങ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, നമുക്കിപ്പോൾ തന്നെ കഴിക്കാൻ പറ്റുന്നൊരു പരിവാണ്. എങ്കിലും ഞാൻ നമ്മുടെ സീക്രട്ട് റെസിപ്പി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെയായിട്ട് നല്ലോണം തന്നെ ഈ ഗ്രേവി ഒന്ന് കോമ്പിനേഷനാക്കി എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഗ്രേവിക്കകത്ത് ഞാനിപ്പോൾ ചിക്കൻ പീസ് ഇട്ടു. എൻ്റെ പൊന്നു മോനെ, എനിക്ക് ഈ സാധനം എനിക്ക് പറയാൻ പോലും പറ്റില്ല, കാരണം എൻ്റെ വായിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ, പറയാനായിട്ട് പറ്റില്ല. എനിവേസ്, അപ്പോൾ നമ്മളുടെ ചിക്കനെ ഞാൻ നല്ല രീതിക്ക് ഈ ഒരു ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. നിങ്ങൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഈ ഒരു ചിക്കൻ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു നാടൻ ചിക്കൻ കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ തക്കാളി നന്നായിട്ട് അരച്ചതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ നിർബന്ധമൊന്നും പറയില്ല, പക്ഷേ എനിക്ക് കൂടുതൽ ഗ്രേവി വേണം. കാരണം ചോറ് കൂട്ടി കഴിക്കാനും അതുപോലെ തന്നെ നല്ല ബിരിയാണി റൈസാണ് ഞാനിവിടെ സൺഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലോണം തന്നെ നല്ല ഗ്രേവി നമുക്ക് വേണം. അതിനായിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ചിക്കനെ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇവിടെ ഇപ്പോൾ ചിക്കൻ കറി നല്ലോണം തന്നെ ചൂടായിട്ടുണ്ട്. ഈ ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ, അത്രയധികം കൊതിയാണ്, അത്രയധികം വീർപ്പ് മുട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ പീസൊക്കെ എടുത്ത് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല, നോ ഇഷ്യൂസ്. ഓൾറെഡി കഴിക്കാനുള്ള പരിവപ്പായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയും ടേസ്റ്റ് പോരാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സീക്രട്ട് റെസിപ്പി നമുക്ക് ആഡ് ചെയ്യണം. സോ ഇതാണ് നമ്മളുടെ ആ സീക്രട്ട് റെസിപ്പി, കാഷ്യൂ നട്ട്, അണ്ടിപ്പരിപ്പ്. ഈ ഒരു സാധനത്തിന് ഞാൻ മിക്സിയിലിട്ട് അരച്ചെടുത്ത ഒരു മിക്സാണ് ഇവിടെ കാണുന്നത്, ഈ ഒരു ക്രീം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള തേങ്ങാപ്പാൽ നമുക്ക് ആഡ് ചെയ്യാം. നമ്മളുടെ നാടൻ ചിക്കൻ കറിക്ക് നോർമലി തേങ്ങാപ്പാൽ ആഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനിവിടെ ഈ ഒരു അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യാനായിട്ടുള്ള കാരണം നമുക്ക് സ്പെഷ്യലായിട്ടുള്ള സാധനമാണിത്. അതുകൊണ്ട് തന്നെയാണ് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്തത്. അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു മണവും അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ടേസ്റ്റും കൂടി നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റിൻ്റെയും മണത്തിൻ്റെയൊക്കെ ഒപ്പം ആ അണ്ടിപ്പരിപ്പിൻ്റെ മണവും ടേസ്റ്റും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. കാരണം വീട്ടിലുള്ള തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം, പക്ഷേ അതിന് ഒരിക്കലും നൽകാൻ പറ്റാത്ത ഒരു ടേസ്റ്റാണ് ഈ പറയുന്ന അണ്ടിപ്പരിപ്പിൻ്റെ മിക്സിന് നിങ്ങൾക്കായിട്ട് തരാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് നല്ലോണം തന്നെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുകയാണ്. നല്ലൊരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് ഈ ചിക്കനെ കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്നതിലുപരിയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു. കാരണം ഇതിൻ്റെ ടേസ്റ്റ് വളരെ 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 ടേസ്റ്റിയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ചിക്കൻ കറി. കുറച്ച് നേരം ഞാനൊന്ന് വേവിച്ചു. അപ്പോൾ ദേ നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല കാഷ്യൂവിൻ്റെ മണമുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ കറി വീട്ടിൽ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി. ആ ബിരിയാണിയുടെ ഒപ്പം ഞാൻ ഈ ചിക്കൻ കറിയുടെ മിക്സ് കുറച്ച് സലാഡും കൂടി മുകളിലോട്ട് താങ്ങിയതിന് ശേഷം ഈ ചിക്കൻ കറിയും സലാഡും അതുപോലെ തന്നെ ആ ചിക്കൻ്റെ ഗ്രേവിയും കൂടി എടുത്തിട്ട് ആ ബിരിയാണിയിൽ ചുമ്മാ ഒന്ന് കൈവച്ച് കൊടുത്ത് ദേ ഒന്ന് കഴിച്ചു നോക്കി. ട്രൂലി യു ഗൈസ്, ഇറ്റ് വാസ് റിയലി റിയലി ഓസം. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറി നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ സാധനം ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കണം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് ഫ്രീ ആയി സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങളുടെ ഫോണിൽ ഫ്രീ ആയി തന്നെ വരുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഡൊണാൾഡ് സെബാസ്റ്റ്യൻ, ലിവിങ് ഔട്ട് ഫ്രം ഹൗസ് ഓഫ് ക്യൂസീൻ.